ഫാഷൻ ആൻഡ് സ്റ്റൈൽ. ഹൗ യു ഗോണ റേറ്റ് യുവർ ഫാഷൻ ഗെയിം? എങ്ങനെയാണ് നിങ്ങളുടെ ഫാഷനും സ്റ്റൈലും കൂട്ടിക്കുഴച്ചുള്ള ഒരു രീതി നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? രണ്ടും കൂടി കൂടിയാൽ മാത്രമേ ഒരാൾക്ക് നല്ലൊരു ലുക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. എന്നാൽ മാത്രമേ അയാളൊരു സ്റ്റൈലിഷ് ആണെന്നും ഒരു ഫാഷനബിൾ ആണെന്നും നമ്മൾ പറയുള്ളൂ. കാരണം ഇത് രണ്ടും കൂടി കൂടിയാൽ മാത്രമേ നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടൊരു പേഴ്സൺ ആണെന്ന് പറയുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ട്. കാരണം ഫാഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ഫിസിക്കൽ ഒരു ലുക്ക് കൊണ്ടിട്ടാണ് അത് ഉണ്ടാവണം എന്നുള്ളത്. ഒരാൾ കാണുമ്പോൾ, അതായത് ഒരാൾ നല്ല രീതിയിൽ വെളുത്തതാണ്, ഒരാൾ കറുത്തതാണ്, അല്ലെ ഒരാൾക്ക് നല്ല ബോഡി ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഫാഷനബിളും സ്റ്റൈലിഷ് ആവാൻ പറ്റൂ എന്നുള്ളൊരു തോന്നുന്നുണ്ട്. ബട്ട് ഇത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ തിങ്ക് ചെയ്യുന്ന ഒരു രീതിയാണ്, അതായത് വെളുത്ത സ്കിന്നുള്ള ആൾക്കാർക്ക് നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളൊരു തോന്നലാണ്. അബ്സല്യൂട്ട്ലി റോങ് ആണ്. വെളുത്തവനും കറുത്തവനൊന്നുമില്ല, എല്ലാവർക്കും ഫാഷനബിൾ ആകാൻ സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുള്ള കുറച്ച് ടിപ്പാണ് ഞാനിന്ന് എൻ്റെ വീട്ടിൽ പറയുമ്പോൾ. ആദ്യമായിട്ടുള്ള എൻ്റെ റൂൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ലുക്ക് ഓൾവേസ് ഗുഡ്. ഓക്കെ, നിങ്ങൾ ഏത് ഒക്കേഷനും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എപ്പോഴും നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. അല്ല, ആ ഒക്കേഷൻ അനുസരിച്ചുള്ള ഒരു ഡ്രസ്സിങ് നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് എപ്പോൾ നിങ്ങളെ കണ്ടാലും തോന്നണം ഈസ് ഗുഡ്, ഈസ് ചാമിങ്. അതായത് നിങ്ങളുടെ ഒരു ഡ്രസ്സിങ്ങും ആ ഒരു അപ്രോച്ചും ഒക്കെ എപ്പോഴും ഒരേപോലെ ആയിരിക്കണം. അല്ലാണ്ട് നമ്മൾ ചില സമയങ്ങളിൽ മാത്രം അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്ത് പോവുകയും ചില സമയത്ത് മോശമായി ഭയങ്കരമായിട്ട് ഒരു രീതിയിലും ക്യാരി ചെയ്യാത്ത രീതിയിൽ ബോറായിട്ട് പോണ ഒരു സിറ്റുവേഷൻ നമ്മളെപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാകാതെ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ പോകണം. നിങ്ങളിപ്പോൾ ഫിലിം സ്റ്റാർസിനെയൊക്കെ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോ, അവരെപ്പോൾ കണ്ടാലും നമ്മൾ അവരുടെ ഡ്രസ്സിങ് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇപ്പം അടിപൊളിയാണെന്ന് തോന്നും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാധാരണ ഒരു പാന്റ് ഷർട്ട് ഇട്ട അത് വേ ദ ക്യാരി. ഓക്കെ, അവരത് ക്യാരി ചെയ്യുന്ന രീതി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടിപ്പാണ് ലുക്ക് ഓൾവേസ് ഗുഡ്. രണ്ടാമത്തെ ഡീറ്റെയിൽ ഈസ് ക്ലാസ്. ഓക്കെ, നമ്മുടെ ഡ്രസ്സിങ്ങിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും നമ്മൾ വെറുതെ ഒരു നല്ല ബ്രാൻഡിന്റെ ടീഷർട്ട് ഇട്ടി, അല്ലെങ്കിൽ ഒരു പാൻറ് ട്രൗസർ ഇട്ടി എന്ന് ഇട്ടുകൊണ്ട് പോകാണ്ട് അതിന്റെ ഡീറ്റെയിൽസോട്ട് പോവുക. ഓക്കെ, അത് എങ്ങനെ എനിക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. കാരണം ആ ഡ്രസ്സിന്റെ ഒരു ഡീറ്റെയിൽസ് കൂടുതൽ അറിയണം. അതായത് ഏത് ഡ്രസ്സിന്റെ കൂടെ ഇത് മാച്ചപ്പ് ആയിട്ട് പോകും, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യുക. കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഓൺലൈനിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. അപ്പൊ അതൊന്നും വലിയൊരു ഹെർക്കുലിൻ ടാസ്ക് ഒന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇന്നിപ്പോൾ നമുക്ക് 2024 ഡ്രസ്സപ്പ് ചെയ്യാൻ. മൂന്നാമത്തെ എൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ലെയറിംഗ് ആണ്. നമ്മൾ ആദ്യം നമ്മുടെ കേരളത്തിൽ നിന്നും അധികം ആൾക്കാർ ചെയ്യാത്തൊരു കാര്യം, ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ്. നമ്മുടെ ക്ലൈമറ്റിൽ ലെയർ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ബട്ട് ലെയറിങ്ങിന് അതിൻ്റെ ഒരു ക്ലാസും സ്റ്റൈലും തരുന്നുണ്ട്. ലെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടീഷർട്ട് നിങ്ങൾ മേടിക്കുക, ഒരു ബ്ലാക്ക് ഒരു വൈറ്റ്. ഇത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ഡെനിം ജാക്കറ്റോ ഒരു ബോംബർ ജാക്കറ്റോ അതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഷർട്ട് ഇട്ട് ലെയർ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഫീലും ലുക്കും ഒരുപാട് അങ്ങ് മാറും. അപ്പൊ ലെയറിംഗ് ഗെയിം എന്നുമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ ഓവർ സൈസ് ഡ്രസ്സ് ഇടുന്ന ഒരു കാലഘട്ടമാണ്. ഓവർ സൈസ് ഡ്രസ്സ് ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവർക്കും ഓക്കെ അല്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇറ്റ്സ് നോട്ട് ഓക്കെ ഫോർ ഓൾ. അപ്പോൾ ഒരു 16 to 22 ഇയേഴ്സ് ഉള്ള ആൾക്കാർക്ക് എന്ത് ഡ്രസ്സും ധരിക്കാം, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സ് ചെയ്യാം. കാരണം അത് ഒരു വിഷയമല്ല. ബട്ട് കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അവർ ഒക്കേഷൻ അറിഞ്ഞു വേണം ഡ്രസ്സ് ചെയ്യാൻ. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിൽഡ് എ പെർഫെക്റ്റ് ബോഡി. ഒരു പെർഫെക്റ്റ് ബോഡി എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്ത് ഡ്രസ്സ് ഇടണമെങ്കിൽ നമുക്ക് നല്ലൊരു ബോഡി സ്ട്രക്ചർ ഉണ്ടാവും എന്നുള്ളതാണ്. എന്നും പറഞ്ഞാൽ തടിയുള്ളവനാണെങ്കിലും പൊക്കമില്ലാത്തവനാണെങ്കിലും അതൊക്കെ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിനായിട്ട് ട്രൈ ചെയ്യുക. നമ്മുടെ ഫിസിക്ക് നന്നാക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു എഫേർട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു 5'9" ഹൈറ്റിന് താഴെയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. എപ്പോഴും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലീനർ സൈഡിലോട്ട് പോകണം. നിങ്ങളുടെ തടി എപ്പോഴും നിങ്ങൾ കുറക്കണം. നിങ്ങൾ ഒരുപാട് ബൾക്ക് ചെയ്യാൻ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണ്. 5'9" താഴെ പോണ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ഹൈറ്റ് കുറവാണ്, അപ്പോൾ ഒരു ലീനർ സൈഡിലോട്ട് പോകാം. അതേസമയം 5'9" മുകളിലോട്ടാണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ നിങ്ങൾക്ക് ബൾക്ക് ചെയ്യാം. കാരണം നിങ്ങൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ഫിസിക് ബോഡി സ്ട്രക്ചർ കൂട്ടാം. അപ്പോൾ ഇത് രണ്ടും 2 കേസുകളാണ്. അപ്പം ഹൈറ്റ് കുറവുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ലീനർ സൈഡിലോട്ട് പോകാം. അവർ തടി കുറക്കാം, മെലിഞ്ഞവരാകുക. അതേസമയം ഹൈറ്റ് കൂടുതലുള്ളവർ കുറച്ച് ബൾക്ക് ചെയ്ത് നല്ല രീതിയിൽ കുറച്ച് ജിമ്മും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ 2 കേസിലാണെങ്കിലും നിങ്ങൾക്ക് ഷേപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകണം, അത് ഉണ്ടാക്കിയെടുക്കണം. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് യുവർ കളർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു
പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ട്. നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു കളർ ശരിക്കും പറയാനുണ്ട്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് പോകണമെന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ഈ കളർ നിങ്ങൾക്ക് സൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മേ ബി ദാറ്റ്സ് യുവർ കളർ. അപ്പൊ അങ്ങനെയുള്ള കളർ നിങ്ങൾ മനസ്സിലാക്കി ആ കളറിന്റെ ഡ്രസ്സ് നിങ്ങൾ എപ്പോഴും മേടിക്കാൻ ശ്രമിക്കുക, അതെപ്പോഴും ഇടാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ വാർഡ്രോബ് മുഴുവൻ ആ കളർ മേടിച്ച് വെക്കരുത്. ഇപ്പോൾ ഒരാൾക്ക് ബ്ലാക്ക് ആണ് സൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഡ്രസ്സും ബ്ലാക്ക് മേടിച്ച് വെക്കരുത്. ബട്ട് ആ കളർ കോമ്പിനേഷൻ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ ഒരു ഗ്രേയോ ഒരു കാക്കിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ഒരു ഡ്രസ്സായിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിങ്ങിലും സ്റ്റൈലിലും കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള പോയിന്റുകൾ. ഇത് ശരിക്കും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വീണ്ടും ഫാഷൻ സ്റ്റൈലോടാണ് പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്.